സമരം അവസാനിപ്പിക്കുന്ന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ എത്തിയതിൽ പ്രതിപക്ഷ നേതാവിന് അതൃപ്തി. രാഹുൽ പോയാൽ മാത്രമേ വേദിയിലേക്ക് വരൂ എന്ന് വി.ഡി. സതീശൻ നിലപാടെടുത്തു. രാഹുൽ മടങ്ങിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. വി.ഡി. സതീശൻ മടങ്ങിയ ശേഷം രാഹുൽ വീണ്ടും സമരവേദിയിലെത്തിയെന്നാൽ ഇതേക്കുറിച്ച് അറിയില്ലെന്നാണ് ആശമാരുടെ പ്രതികരണം. ലൈംഗികാരോപണം നേരിടുന്ന എംഎൽഎയാണ് ആശമാർ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പരിപാടി. പ്രതിപക്ഷ നേതാവ് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റിയാൽ മാത്രമേ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് മാധ്യമപ്രവർത്തകരാണ്. എന്നാൽ ആ മാധ്യമപ്രവർത്തകർക്കിടയിൽ സർക്കാരിന് വേണ്ടി പിടുമണി ചെയ്യുന്ന ചില നുഴഞ്ഞ കയറ്റക്കാരായ പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. ഈ സമരത്തിൽ നിന്ന് എനിക്കെങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയുക? എന്നെ എങ്ങനെ ഇറക്കിവിടാൻ ഈ സമരസമിതിക്ക് കഴിയുക? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നൽകിയ നിയമസഭാ സാമാജികന്റെ ആർ.ബി. സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ രാഹുലിനെ മാറ്റിയതാണോ? ലൈംഗികാരോപണം നേരിടുന്ന എംഎൽഎ ആണ്. എംഎൽഎ ആശമാർ ക്ഷണിച്ചാണോ അങ്ങോട്ട് എത്തിയത്? എന്റെ അമ്മമാർക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത്. ഇത് തന്റെ അമ്മമാരുടെ സമരമാണ്. അമ്മമാർ ഒരു മകനെയും വേദിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല. അതേപോലെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ഒരു മകനും പോകാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത കണ്ട ഉടൻ തന്നെ താൻ തിരികെ വന്നത്. പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന നിയമസഭയിലാണ് താൻ രാവിലെ പോയത്. അങ്ങനെയെങ്കിൽ വാക്കൌട്ട് നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നതുകൊണ്ട് എന്ന് പറയേണ്ടി വരില്ലേ എന്ന കാര്യം കൂടി അദ്ദേഹം ഈ ആക്ഷേപ വാക്കുകളായിട്ട് ചൊരിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരുടെയും കുത്തിത്തിരിപ്പ് ജനം ഏറ്റെടുക്കില്ല എന്നുള്ള കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അത് രാഹുൽ മാത്രം പറയുന്നതാണോ? എന്തല്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയപ്പെടുന്ന അവകാശപ്പെടുന്ന മാപ്രകളുടെ തെമ്മാടിത്തരങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ. രാഹുൽ മാങ്കൂട്ടത്തിലെ ആശമാരുടെ ഈ പറയുന്ന സമരവേദിയുടെ സമാപന സമ്മേളനത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് മണിക്കൂറുകൾക്ക് മുമ്പ് വാർത്ത വന്നത്. ആ വാർത്ത വന്നത് രാഹുൽ മാങ്കൂട്ടം എന്തിനാണ് ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ? രാഹുൽ മാങ്കൂട്ടം പറയുകയാണ്, മാപ്രകളുടെ വാദങ്ങളാണ്. ഇവരെ ആരെയോ വിളിച്ചിട്ട് ഇവർ പറയാണ് ആശമാരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അതുപോലെ വി.ഡി. സതീശന്റെ ഓഫീസും ഈ പറയുന്ന സംഘാടകരെ വിളിച്ചു പറഞ്ഞു അത്രേ, എന്ത് രാഹുൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്ന്. ആശമാരോട് ചോദിക്കുമ്പോ ആശമാര് പറയുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം അറിയില്ല എന്ന്. എന്നിട്ട് മാധ്യമങ്ങൾ വാർത്ത നൽകുകയാണ്, വി.ഡി. സതീശൻ പറഞ്ഞു അത്രേ രാഹുൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന്. രാഹുൽ പോയത് എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക്? രാഹുൽ ഇറങ്ങി പോയത് എന്തിനാണെന്നറിയാമോ? രാഹുൽ അവിടുന്ന് പോയത് കാരണം രാഹുൽ ഇന്ന് ഈ ആശമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇന്ന് ഉച്ചക്ക് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തില് ഈ പറയുന്ന തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്ന് രാവിലെ ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആശമാരുടെ സമ്മേളനത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ട്രെയിനിന് സമയമായി, പാലക്കാട്ടേക്ക് തിരിക്കുവാനുള്ള ട്രെയിനിന് സമയമായി. അത് സമയമായി എന്നൊരാൾ വന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്നാ പോകാമെന്ന് കരുതിയിട്ട് ആൾ ഇറങ്ങിപ്പോയി. ഉടനടി വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വിട്ടു. ആശമാരുടെ സമരത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വിട്ടു. ഇത് കണ്ട രാഹുല് അതിലും വലിയ മാസ് കളി ആരോടാണെന്ന് മാപ്രകൾക്ക് മനസ്സിലായിട്ടില്ല, ഈ പറയുന്ന തെമ്മാടികൾക്ക് മനസ്സിലായിട്ടില്ല. പോയ രാഹുൽ ട്രെയിൻ ടിക്കറ്റ് അടക്കം ക്യാൻസൽ ചെയ്തുകൊണ്ട് തിരിച്ച് വരുന്നു. എവിടത്തേക്ക്? ഈ പറയുന്ന ആശമാരുടെ സമ്മേളനത്തിലേക്ക്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ ഇറക്കി വിട്ടു, രാഹുലിനെ ഇറക്കി വിട്ടു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു എന്ന് വാർത്തകൾ പടച്ചു നൽകിയ മാപ്രകളുടെ കരണത്തടിച്ചുകൊണ്ടുള്ള മറുപടിയും കൊടുത്തു. ഇറക്കി വിട്ടതാണെങ്കിൽ തിരിച്ച് ആ വേദിയിൽ വന്നുകൊണ്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയെ. എന്ത് തെമ്മാടിത്തരമാണ് ഈ കാണിക്കുന്നത്? എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് മറുപടി കൊടുക്കാൻ പാലക്കാട്ടേക്ക് ട്രെയിൻ കയറേണ്ട രാഹുല് ആ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ആശമാരുടെ സമ്മേളനത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇവര് വാർത്ത കൊടുത്തത് കണ്ടുകൊണ്ട് തന്നെയാണ് ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ആക്കിയത്.
രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ആശാ സമരവുമായി, ആശാ വർക്കേഴ്സിന്റെ സമരവുമായി വല്ലാത്ത ബന്ധമുണ്ട്. ഇതിന്റെ അടിയന്തര പ്രമേയം, ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തില്. ഈ പറയുന്ന ആശാ വർക്കേഴ്സുമായിട്ടുള്ള രാഹുലിന്റെ ബന്ധം എന്ന് പറയുന്നത് അത് ചെറിയൊരു ബന്ധമല്ല. ഇന്ന് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഇന്ന് രാവിലെ ഏറ്റവും ആദ്യം ഈ പറയുന്ന ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ വന്നു ചേർന്നപ്പോ അവർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത്. ഇന്നലെ വിളിച്ച് അവര് രാഹുലിനെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് ആ പരിപാടിക്ക് എത്തിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു ഉളുപ്പും നാണവും മാനവും നെറികേടും മര്യാദയും ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയുന്ന ആ പറയുന്ന വാക്കിനോട് പോലും ഒരു നീതി പുലർത്താൻ കഴിയാത്ത ഒരു തരം കൂട്ടിക്കൊടുപ്പുകാര്, ഒരു തരം മാമാ പണിക്കാര്, വായിൽ തോന്നുന്നത് മനസ്സിൽ കാണുന്നതൊക്കെ ഇങ്ങനെ പടച്ചു വിട്ട് വാർത്തകളാക്കിയിട്ട് രാഹുലിനെ അധിക്ഷേപിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ? ഇവര് പറയുന്നത് ആശമാരെ വിളിച്ചു, ഈ സംഘാടക സമിതിയെ വിളിച്ചു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന് അത് പറയുന്ന ഇവര് തന്നെ വീണ്ടും പറയുന്നു. ആശമാരോട് ചോദിക്കുമ്പോ അവര് പറയുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം അറിയില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്ന്. അപ്പൊ പിന്നെ ഇവരെ ആരെങ്കിലും പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞോ രാഹുൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാലേ ഞാൻ വരുള്ളൂ എന്ന് ഇവരാരെങ്കിലും പറഞ്ഞോ? അത് ഇവര് പറയുന്നില്ലല്ലോ. ഞങ്ങളെ വിളിച്ചു പറഞ്ഞു എന്ന് ഇവര് പറയണ്ടേ? അല്ലെങ്കിൽ ഇവര് പറയുന്ന സംഘാടക സമിതിയെ വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോ സംഘാടക സമിതി അങ്ങനെയല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോ അതിനെ തിരുത്താൻ ഇവര് തയ്യാറാവണ്ടേ? അതുപോലും ചെയ്യാതെ വീണ്ടും 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 രാഹുലിനെ ഇറക്കി വിട്ടു. പ്രതിപക്ഷ നേതാവ് അനിഷ്ടം കാണിച്ചു, പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. രാഹുൽ ഉണ്ടെങ്കിൽ ഞാൻ വരില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഹുൽ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഈ സംഘാടകരെ അറിയിച്ചു എന്നൊക്കെ വാർത്ത നൽകുന്നവരെ ആ സംഘാടകരെ ഒരു ചോദിക്കുമ്പോൾ സംഘാടകര് പറയുന്നു, ആശാ വർക്കേഴ്സ് പറയുന്നു, അവിടുത്തെ അമ്മമാര് പറയുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം അറിയേയില്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടേ ഇല്ല എന്ന് സംഘാടകര് പറയുന്നു, ആശാ വർക്കേഴ്സ് പറയുന്നു. എന്നിട്ടും ഈ പറഞ്ഞ ഈ കൊടുത്തിരിക്കുന്ന വ്യാജ വാർത്ത, ആ വ്യാജ വാർത്തയെ ഇല്ലെന്ന് പറയാൻ, തെറ്റുപറ്റി എന്ന് പറയാൻ ഈ പറയുന്ന മാപ്രകൾ തയ്യാറാവുന്നില്ല. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും ആ നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവര് പറയുന്ന നുണ സ്ഥിരീകരിക്കാനെങ്കിലും ആശമാര് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് ആ വാർത്തയെങ്കിലും കൊടുക്കാതിരിക്കണ്ടേ ഇവര്? അതും പറയുന്നു. മീൻസ് രണ്ട് തലക്കും കത്തിക്കുന്ന പരിപാടി ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ, മാപ്രകൾ, ഈ പറയുന്ന തെമ്മാടിക്കൂട്ടങ്ങൾ മറുപടി പറയാതെ രാഹുൽ അങ്ങ് പോകുമെന്ന് കരുതി രാഹുൽ ട്രെയിൻ ടിക്കറ്റും ക്യാൻസൽ ചെയ്തുകൊണ്ട്, പാലക്കാട്ടേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇനി അടുത്ത വണ്ടിക്ക് പോവുക, ഇനി അതല്ലെങ്കിൽ വല്ല KSRTC ബസ് പിടിച്ചു പോയാലും കുഴപ്പമില്ല, ഇതിന് മറുപടി കൊടുത്തേ മതിയാകൂ എന്നുള്ള അടിസ്ഥാനത്തില് രാഹുൽ ട്രെയിൻ ടിക്കറ്റും ക്യാൻസൽ ചെയ്ത് വീണ്ടും വേദിയിലേക്ക് വന്നു. അവിടെ വന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. രാഹുല് തിരിച്ചു വന്നിട്ടാണ് ഇത്തരത്തിൽ ആശാ വർക്കേഴ്സിനെ അഭിസംബോധന ചെയ്തത്. രാഹുൽ രാവിലെ നേരത്തെ അവിടെ എത്തിയത് തന്നെ ഈ പറയുന്ന പാലക്കാട്ടേക്കുള്ള യാത്ര ആദ്യമേ ബുക്ക് ചെയ്തത് കൊണ്ടാണ്. പാലക്കാട്ട് പോയിട്ട് വേറെ പരിപാടികൾ ഉള്ളത് കൊണ്ടാണ്, ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾ വേറെ ഉള്ളത് കൊണ്ടാണ് രാഹുൽ നേരത്തെ വേദിയിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞിട്ട് സമയമായപ്പോ ഇറങ്ങിപ്പോവാൻ നിന്നു, ഇറങ്ങിപ്പോയി. കാരണം പാലക്കാട്ടേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോ വാർത്ത കാണുന്നു, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ വാർത്ത എന്താണ്? വാർത്ത രാഹുലിനെ ഇറക്കി വിട്ടു എന്ന്. എന്നാ പിന്നെ രാഹുൽ തീരുമാനിച്ചു പാലക്കാട്ടേക്ക് പോക്കല്ല ഇപ്പോ പ്രധാനം. ഇപ്പൊ പ്രധാനം എന്ന് പറഞ്ഞത് ഈ പറയുന്നതിന് മറുപടി പറയാ എന്നുള്ളതാണ്. ഈ വ്യാജ വാർത്തക്ക് മറുപടി കൊടുത്തിട്ട് പാലക്കാട്ടേക്ക് തിരിച്ചുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തിന്റെ പുറത്ത്, നട്ടലിന്റെ പുറത്ത് നിങ്ങൾക്കാർക്കും ഇല്ലാത്തത്, മാപ്രകളെ നിങ്ങൾക്ക് ഒരുത്തനുമില്ലാത്തത്, കൂട്ടിക്കൊടുപ്പ് മാത്രം തൊഴിലാക്കിയിട്ട് അത് നാക്കിയിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ രാഹുൽ തയ്യാറല്ല. മറുപടി പറഞ്ഞിട്ട് പാലക്കാട്ടേക്ക് വണ്ടി കയറൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തിന്റെ പുറത്ത് തിരിച്ചു വന്നിട്ട് കൊടുത്ത മറുപടിയാണ് നിങ്ങൾ കേട്ടത്. ഇവരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വാർത്ത കൊടുക്കുക, എന്നിട്ട് അത് ആശാവർക്കന്മാർ പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്, ആ വാർത്തയും ഇവര് കൊടുക്കുക.
ആദ്യം പറഞ്ഞ വാർത്ത എന്താ? ആശാ വർക്കർമാരെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസും വിളിച്ചറിയിച്ചു എന്ത്, രാഹുൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന്. എന്നിട്ട് ഇവര് അത് വാർത്ത കൊടുത്തിട്ട് അതിന് നേരെ പുറകെ പോയിട്ട് ആശാ വർക്കർമാരോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന്. ആശാ വർക്കർമാർ പറയാം ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന്. അതും വാർത്തയാക്കുകയാണ്. ഒരു ഉളുപ്പ് വേണ്ടേ? ഈ പറയുന്ന വാർത്ത അത് കേൾക്കുന്ന പ്രേക്ഷകന്, കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് ശരിയാണെന്ന് തോന്നാനുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമെങ്കിലും നടത്തണ്ടേ? കള്ളത്തരം ചെയ്യുമ്പോൾ അതൊന്ന് നിൽക്കാനുള്ള ഒരു ഏർപ്പാടെങ്കിലും ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് ഈ ആശാമാര് പറയുന്നു ഞങ്ങൾക്ക് ഇത് അറിയില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുമ്പോ അതെങ്കിലും അത് കൊടുക്കാതിരിക്കെങ്കിലും ചെയ്യണ്ടേ? അതും വാർത്തയാക്കുന്നു. രാഹുലിനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നു. കാരണം ഇവര് വലിയ ഒരു വെപ്രാളത്തിലാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുള്ളത്. എന്ത് ചെയ്തിട്ടും രാഹുലിനെ തടയാൻ കഴിയുന്നില്ല. രാഹുലിന്റെ മുന്നിൽ ഇവര് മുട്ടുമടക്കേണ്ട ഒരു ഗതികേട്. പാലക്കാട്ടേക്ക് തിരിച്ചെത്തൂല, രാഹുൽ MLA സ്ഥാനം രാജിവെക്കും എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മാപ്രകൾക്ക് മുന്നിലാണ് MLA സ്ഥാനം രാജിവെക്കാതെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം പാലക്കാട്ടേക്ക് രാഹുൽ തിരിച്ചെത്തുന്നത്. ആ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയെന്ന് മാത്രമല്ല, പാലക്കാട്ട് സജീവമാകുന്നു പറഞ്ഞ സഖാക്കളും BJP-ക്കാരും CJP-ക്കാരും CJP കൂട്ടുകെട്ടും CPM-കാരും എല്ലാവരും രാഹുലിനൊപ്പം കൂടുന്നു പാലക്കാട്ടെ പൊതുവിഷയങ്ങളിൽ. അങ്ങനെ രാഹുലിനെ തളർത്താൻ കഴിയില്ല എന്ന് കണ്ടപ്പോ പിന്നെ അടുത്ത വ്യാജ വാർത്തകൾ ഇതാണ്, പ്രതിപക്ഷ നേതാവ് ഇറക്കി വിട്ടു എന്ന്. എന്ത് ഗതികേടാണ്! ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇതാണോ മാധ്യമധർമ്മം? ഇതിനെ കൂട്ടിക്കൊടുപ്പ് എന്നല്ല പറയുന്നത്. വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവിച്ച കാര്യങ്ങളെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. പച്ച നുണകൾ ഇമാജിൻ ചെയ്തുകൊണ്ട് ഊഹാപോഹങ്ങൾ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ഇമാജിനേഷനുകളും പല സാങ്കല്പിക വരികളും വാർത്തകളാക്കി പടച്ചുവിടാൻ ഒരു നാണവും മാനവും ഇല്ലാത്ത നെറികെട്ട ഗതികെട്ട വർഗങ്ങൾ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ അത് കേൾക്കുന്ന പ്രേക്ഷകന് നിങ്ങൾ പടച്ചുവിട്ടത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഏർപ്പാടെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ ആദ്യം പ്രതിപക്ഷ നേതാവ് സംഘാടകരെ വിളിച്ച് ഞാൻ വരില്ല, രാഹുൽ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് രാഹുലിനെ ഇറക്കി വിട്ടു എന്ന് വാർത്ത കൊടുത്തവര് പിന്നീട് ഈ പറയുന്ന സംഘാടകരുടെ ബൈറ്റ് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല, ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഈ പറയുന്ന ആശാ വർക്കർമാർ പറയുന്ന ബൈറ്റ് പിന്നെ നിങ്ങൾ എന്തിനാ കാണിച്ചത്? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പിന്നെ എവിടുന്നാണ് ഈ വാർത്തകൾ കിട്ടുന്നത്? സംഘാടകർ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് സംഘാടകരെ വിളിച്ചു പറഞ്ഞു എന്ന്. നിങ്ങളെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിലും ഓക്കെ, നിങ്ങളെ വിളിച്ചു പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ സംഘാടകരെ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്ന നിങ്ങൾ സംഘാടകരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. അറ്റ്ലീസ്റ്റ് ഇത് നുണയാണ്, നിങ്ങൾ പടച്ചുവിട്ട നുണകൾ പൊളിയാൻ പോവുകയാണ്, അതുകൊണ്ട് ഈ ക്ലിപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്കുണ്ടാവണ്ടേ? എന്താണെങ്കിലും കൊടുക്കാനുള്ളത് മാപ്രകളുടെ കരണത്ത് നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് രാഹുൽ. പാലക്കാട്ടേക്കുള്ള യാത്ര ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല, മറുപടി കൊടുത്തിട്ടായിരിക്കണം ഈ പറയുന്ന വേദിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് യാത്ര തിരിക്കേണ്ടത് എന്നുള്ള ആ ഉത്തമ വിശ്വാസം തന്നെയാണ് ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് രാഹുലിനെ വീണ്ടും സമരവേദിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്.